ഗൈസ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സൂപ്പർ കപ്പിൻ്റെ അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ സീസൺ നടക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക് കപ്പ് എന്ന നിലയിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പം അത് പാരലായിട്ട് ലൈക്ക് യൂറോപ്പിലെയൊക്കെ FA കപ്പൊക്കെ നടക്കുന്നത് പോലെ നമുക്കറിയാം ലീഗ് നടക്കുന്നു, വീക്കെൻഡ്സിൽ നടക്കുന്നു, അതുപോലെ ഈ പറഞ്ഞ പോലെ വീക്ക് ഡേയ്സിലൊക്കെ ഓരോ മാച്ചസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന രീതി ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറയുകയും ചെയ്തതാണ്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്നൊരു വാർത്ത. 90 സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഓൾഡ് മോഡൽ, അതായത് ലീഗൊക്കെ അവസാനിച്ചതിന് ശേഷം നടക്കുന്ന ഒരു രീതിയിലായിരിക്കും ഇത്തവണത്തെയും സൂപ്പർ കപ്പ് നടക്കുക എന്നുള്ളതാണ്. സോ അതൊരു മോശം ഡിസിഷൻ തന്നെ എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വെന്യൂവിൽ വെച്ച് നടക്കുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അപ്പം ഇത് ഇങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഒരുപാട്, അതായത് പാരലായിട്ട് നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ഫോറിനേഴ്സിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ദാരിദ്ര്യമുള്ള പൊസിഷൻസിൽ നമുക്ക് പ്ലേയേഴ്സിന് പലരും ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിരുന്നു, അവർക്ക് ഗെയിം ടൈം കിട്ടാനുള്ള അവസരമായിരുന്നു. അതുപോലെ ഈ പറയുന്നത് പോലെ ഇപ്പം ISL കളിപ്പിക്കാൻ ഒരു പ്ലെയർ കേപ്പബിൾ ആണോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും കോച്ചസിനൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിരുന്നു. ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത് ഇപ്പം ഒക്ടോബർ 1 മുതലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യും, സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നത്. അത് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, അത് വർക്കാവില്ല എന്നുള്ള നിലയിലാണ് AFF ഇത് പിന്മാറിയെന്നുള്ളതാണ്. ഇത് ഇവരിപ്പോഴാണ് ഈ കാര്യമൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്രയും നാൾ സമയം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം മുതലേ ഇത് പറയുന്നതാണല്ലോ അടുത്ത വർഷം മുതൽ ഇത് പാരലായിട്ട് നടക്കും. ഇത് ഇവർ ഇത്രയും നാളിൽ നമ്മൾ കാത്തിരുന്നിട്ട് അവസാനം ഇതാണ് മൊത്തത്തിൽ AFFൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ഏഷ്യ കപ്പോ അല്ലെങ്കിൽ ഇപ്പം വേൾഡ് കപ്പിൽ എപ്പോഴും പറയും എന്തുകൊണ്ട് ഇന്ത്യ നമ്മൾ വേൾഡ് കപ്പിന് ഡ്രീം ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു പ്ലാൻ വെക്കണം. അല്ലാണ്ട് അടുത്ത വേൾഡ് കപ്പിൽ നമ്മളിപ്പോൾ ഇതാ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടീമിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. സോ അതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഈ ഒരു തരത്തിലല്ല ഒരിക്കലും ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സ് നടത്തേണ്ടത്. അതും നമുക്കൊരു AFC സ്ലോട്ടുള്ള ടൂർണമെൻറ്റാണ്. അത് പാരലായിട്ട് കൂടുതൽ ടീംസിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നോക്കൗട്ട് ഫേസിൽ എന്ന ലെവലിൽ തന്നെ നടത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ ഇപ്പോൾ തന്നെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അതൊരു ഹാപ്പി ന്യൂസായിട്ട് നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അതൊരു സാഡ് ന്യൂസായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സെന്യോ.